നെഗറ്റീവ് ഒരു സിറ്റുവേഷൻ, ഒരു ബാഡ് സിറ്റുവേഷൻ ലൈഫിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഒരു മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. ഇപ്പം ഒരു ട്രോമ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിപ്രഷൻ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ചിന്തിക്കുന്ന ആത്മഹത്യ ചെയ്യാം എന്നതാണ് ഉള്ളിൽ നിന്ന് തോന്നുന്നത്. അത്തരം തോന്നലൊക്കെ വരുന്ന സമയത്ത് എങ്ങനെ അത് കൺട്രോൾ ചെയ്തിട്ടുണ്ട്? ഞാൻ വിളിക്കും, അമ്മയെ വിളിക്കും. ഇപ്പൊ ഞങ്ങൾ ബോട്ടിൽ അമ്മ ഓണാക്കിയിട്ടിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. അമ്മ ഇങ്ങനെ സമാധാനിപ്പിക്കും. ഫുൾ ടൈം ഇങ്ങനെ കൂടെ നിന്ന് അമ്മ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. സംസാരിച്ച് കാം ഡൗൺ ആക്കി മാറ്റും. ഇപ്പൊ മുൻചേട്ടനാണ് ഉണ്ടായി മുൻചേട്ടൻ എന്നെ പുറത്ത് കൊണ്ടുപോയി, എനിക്ക് പുറത്തു പോകാനേ താല്പര്യം ഉണ്ടാവില്ല. അത് എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് പുറത്ത് കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ മൈൻഡ് അങ്ങനെ മാറ്റി അങ്ങനെ കൊണ്ടുവരും. സൂയിസൈഡൽ തോട്ട്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അത് നമുക്ക് ഇതിന്റെ ഒരു പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി ഗെയിമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഉണ്ടാവും. അങ്ങനെ തോന്നുന്ന ആളുകൾ ചിലപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ ആരുടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ കുറെ ഹെൽപ്ഫുൾ ആണത്. ആരോട് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് പറ്റില്ല, നമുക്ക് ഇവിടുന്ന് ബെഡിൽ നിന്ന് ഇരിക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും നമ്മളത് പറ്റും എന്ന് വിചാരിച്ചങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ കുറെയൊക്കെ ബെറ്ററായി നമ്മുടെ ലൈഫ് നമ്മുടെ തിരിച്ച് കൺട്രോളിലേക്ക് എത്തും. അതേസമയം നമ്മൾ അങ്ങനെ ആളുകളെ മനസ്സിലാക്കാനും ഒരു അങ്ങനെ സ്നേഹം വേണം ആൾക്കാർക്ക്. അതിപ്പോ ഡിപ്രഷൻ വെറുതെ അഭിനയിക്കുകയാണ്, അങ്ങനെ പനി വരണ പോലെ ഉള്ളൂ, ഇതും ഒരു അസുഖം തന്നെയാണ്. അത് ചില ആൾക്കാർക്ക് തിരിച്ചറിയില്ല. അങ്ങനെയാണ്. ലൈഫിൽ ഇത്രയും പല സിറ്റുവേഷനിൽ പോയ ആളാണ്, അല്ലെങ്കിൽ തോൽവിയും ജയവും ഒക്കെ ലൈഫിൽ കണ്ട ആളാണ്. ഈ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്തെ ശരിക്കും ലക്ഷ്മി ചേച്ചി പഠിച്ചൊരു കാര്യം എന്താ? അങ്ങനെ അതായത് വല്ലവരുടെ കൈയെടുത്ത് തലയുടെ അടിയിൽ വെക്കാതെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ കൈയെടുത്ത് പോകും. അതായത് എല്ലാവരും ഒരുപോലെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതല്ല. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ അനുഭവങ്ങൾ ലൈഫിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ട്രസ്റ്റ് ചെയ്യില്ല, ഈസിലി ട്രസ്റ്റ് ചെയ്യില്ല ഞാൻ ആരും. അങ്ങനെ കുറച്ച് സമയമൊക്കെ എടുത്ത് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് കുറെ സമയം എടുത്തിട്ട് ഞാൻ ട്രസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ എനിക്കുള്ള ഫ്രണ്ട്സ് തന്നെ ഞാൻ ഒരുപാട് കാലം അറിഞ്ഞതിന് ശേഷമാണ് അവരുടെ എല്ലാം ഓപ്പൺ അപ്പ് സംസാരിച്ചു തുടങ്ങിയത് തന്നെ. അങ്ങനെയാണ്. ഇപ്പൊ എത്ര സുഹൃത്തുക്കളുണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള? അത് ദുബായിലായിരിക്കും? ദുബായിലാണ് സുഹൃത്തുക്കള് എന്ന് പറഞ്ഞാല് 6 പേരാണ് മെയിൻ സുഹൃത്തുക്കള്. ലക്ഷ്മി ചേച്ചിയുടെ ഒരു സുഹൃത്താവണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഒരു സുഹൃത്തുക്കളായിരിക്കും ലക്ഷ്മി ചേച്ചിന്റെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുക? വളരെ ഓണസ്റ്റ് ആയിരിക്കണം. അങ്ങനെ കള്ളൊന്നും പറഞ്ഞിട്ടുള്ള, അതായത് ഈ ഫേക്ക് ആയിട്ടുള്ള പ്രിട്ടൻഷ്യസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും പറ്റില്ല. അതായത് ഞാൻ ചാടാ ഭയങ്കര സംഭവമാണ്, അതിൻ്റെ അടുത്ത് ഇങ്ങനെ അങ്ങനെ കാണാം അങ്ങനൊന്നും പറഞ്ഞ ആൾക്കാർ എൻ്റെ അടുത്ത് എനിക്കിഷ്ടമല്ല. പിന്നെ എപ്പോഴും ഈ ഓവർ ഈ ഇൻസ്റ്റയിൽ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടുകെട്ട് കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ഒന്നും പരിപാടിക്ക് എന്നെ കിട്ടില്ല. അതിനൊന്നും ഞാനില്ല. അങ്ങനത്തെ ഒന്നും ഫ്രണ്ട്സ് തന്നെ ഞാൻ അടുപ്പിക്കില്ല. ഈ നോ പറയാൻ ഭയങ്കര മടിയുള്ള ആളാണോ? അത് ഡിപ്പെൻസ് ആക്ച്വലി. ചില സമയത്ത് ഞാൻ ബ്ലണ്ട് ആയിട്ട് പറയും, ചില സമയത്ത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ വളരെ സ്നേഹത്തോടെ ചില ആൾക്കാർ വന്നിട്ട് പറയും അതൊന്ന് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റില്ല. പക്ഷെ ചില ഇപ്പൊ വാട്സാപ്പിൽ കൂടെ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ പറയും നോ പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് നോ എന്ന് പറയാം. ആളെ ഹേർട്ട് ചെയ്യാൻ കുറച്ച് അതൊത്തിരി മടിയാണ്. അത് ഇങ്ങനെ ഹേർട്ട് ചെയ്ത് നേരിട്ട് ചോദിക്കുമ്പോൾ മാത്രം കേട്ടോ. ഇപ്പൊ മൊബൈലിൽ കൂടെ ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കുകയാണെങ്കിൽ എനിക്കത് ഡീൽ ചെയ്യാൻ അറിയാം. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയും ഞാൻ. അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ പറയും ഞാൻ മുൻചാറോട് വെച്ചിട്ട് പറയാം എന്നൊക്കെ പറയും. മുൻചേട്ട തലയിലൊക്കെ ഇടും.